നമസ്കാരം. കഴിഞ്ഞ ആഴ്ച എനിക്ക് വീഡിയോ ഇടാൻ പറ്റിയില്ല. അങ്ങനെ ആകെ ഒരു കുഴപ്പമായിരുന്നു. ഞാൻ അതിന് മുന്നുള്ള വീഡിയോകളിലൂടെയും കുറച്ചു കാലമായി ജ്യോതിഷത്തിലെ പ്രശ്നം എന്ന് പറഞ്ഞൊരു നമ്മൾ അത്ഭുതകരം എന്ന് കരുതുന്ന ഒരു സംഗതിയുണ്ട്. അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ വിശദീകരിച്ച് വരികയായിരുന്നു. അപ്പോൾ 1-2 ആഴ്ചയായിട്ട് കമൻസുകൾക്ക് മറുപടി പറയാത്തത് കൊണ്ട് ഞാൻ ഈ എപ്പിസോഡ് വിനിയോഗിക്കുക പ്രേക്ഷക ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കും വിമർശനങ്ങൾക്കും ഉള്ള മറുപടിയാണ്. പ്രശ്നം നമുക്ക് അടുത്ത ആഴ്ച കൈകാര്യം ചെയ്യാം എന്നാണ് ഞാൻ വിചാരിക്കുക. അപ്പം നമുക്ക് നോക്കാം. ആദ്യം ഒരു കമൻസ് ആണ്. സുരേഷ് ഗോപിയുടെ സൗണ്ട് ഇടയ്ക്ക് കയറി വരുന്നത് എനിക്ക് മാത്രമാണോ തോന്നിയത്? പലർക്കും തോന്നിയിട്ടുണ്ട്. ഞാൻ ഉത്തരവാദിയല്ല, ഞാൻ അനുകരിക്കുന്നതുമല്ല, സ്വാഭാവികമായി വന്നു പോകുന്നതായിരിക്കാം. എൻ്റെ ഭർത്താവിൻ്റെ ഗ്രഹനിലയിൽ 5-ാം ഭാവത്തിൽ ചൊവ്വ, ശനി, ചന്ദ്രൻ ചേർന്ന് തുലാം രാശിയിൽ നിൽക്കുന്നു. ലഗ്നം മിഥുനം. എന്തെങ്കിലും ദോഷമുണ്ടോ? നോക്കൂ, ഒരാൾ അയാളുടെ ലഗ്നം പറഞ്ഞിരിക്കുകയും 3 ഗ്രഹങ്ങളുടെ നിൽപ്പ് മാത്രം പറഞ്ഞിരിക്കുകയും ചെയ്തിട്ട് ചോദിക്കുന്നു ഇതിലെന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന്. ലഗ്നം മിഥുന ലഗ്നം, 5-ൽ തുലാത്തിൽ ചന്ദ്രനും ശനിയും കുജനും. ഈ 3 ഗ്രഹങ്ങളെ നോക്കിക്കൊണ്ട് എന്തെങ്കിലും ദോഷമുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് ഏതെങ്കിലും ഒരു ഗ്രഹത്തെ കണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലഗ്നത്തെ കണ്ട് ഒരു അഭിപ്രായം പറയാൻ എനിക്കാവില്ല. 12 രാശികളും 7 ഗ്രഹങ്ങളും അവയുടെ വിന്യാസം ആവശ്യമുണ്ട്. ലഗ്നാധിപൻ എവിടെ? മറ്റ് ഗ്രഹങ്ങൾ എവിടെ? ഇപ്പം നമുക്കിതിനെപ്പറ്റി അഭിപ്രായം പറയാമെങ്കിൽ തുലാത്തിൽ ചന്ദ്രൻ നിന്നാൽ ഒരു രാശിശീലത്തിൽ ഒരു ഫലം പറയുന്നുണ്ട്. ശനി ഇവിടെ നിന്നാൽ ഒരു ഫലം പറയുന്നുണ്ട്. ശനി ഉച്ചനാണ്, ആ രാശി നല്ലതാണ്, ഇങ്ങനെയൊക്കെ പറയും. അതുപോലെ തന്നെ കുജൻ ഈ രാശിയിൽ നിന്നാലൊരു ഫലമുണ്ട് എന്ന് മാത്രമല്ല 5-ൽ ചന്ദ്രൻ, മന്ദൻ, കുജൻ ഇവർ നിന്നാലൊരു ഫലമുണ്ട്. ഇവർ തമ്മിൽ യോഗം ചെയ്ത് നിൽക്കുകയാണ്. യോഗം ചെയ്താലൊരു ഫലമുണ്ട്. 5-ാം ഭാവത്തിലൊക്കെ അഗ്നിമാരുത യോഗം, മനഭാവമായ 5-ൽ അഗ്നിമാരുത യോഗം. അതൊക്കെ ഇത്തിരി കുഴപ്പം നിറഞ്ഞതായിട്ടാ പറയുക. അപ്പൊ ഇങ്ങനെയൊക്കെ ഇതെല്ലാം മിക്സ് ചെയ്തിട്ടാ പറയേണ്ടത്. ഒറ്റ കാരണം വെച്ച് ഒന്നും നമുക്ക് അഭിപ്രായം പറയാൻ പറ്റില്ല എന്നർത്ഥം. അപ്പോൾ ഇങ്ങനെയുള്ള സംഗതികൾ കിടക്കെയാണ് ഒരു നക്ഷത്രത്തെ നോക്കി ഇന്ന നക്ഷത്രക്കാരന് ഇന്ന ഫലം എന്നൊക്കെ പറഞ്ഞ് കുറേ പേര് തട്ടിവിട്ടുകൊണ്ടിരിക്കുന്നത്. അവരെന്താണ് എങ്ങനെയാണ് ഈ പ്രവചനം നടത്തുക എന്ന് എനിക്കറിയില്ല. താമ്പൂല പ്രശ്നം പഠിപ്പിക്കുന്നുണ്ടോ? ജ്യോതിഷവുമായിട്ട് ബന്ധപ്പെട്ട് ആര് എന്ത് സംഗതി പഠിക്കാൻ ആഗ്രഹിച്ചു വന്നാലും എനിക്കറിയാവുന്ന അറിവുകൾ ഞാൻ പകർന്നു നൽകുന്നതാണ്. അടുത്ത ഒരു കമൻസ്. ആദ്യം എന്ത് പറഞ്ഞോ അതിനുത്തരം വീഡിയോയിൽ കാണണം, അല്ലാതെ എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ല. ആദ്യം പറഞ്ഞ് ഏതോ ഒരു വീഡിയോ കണ്ടിട്ട് ഒരു വിമർശനാത്മകമായ വിമർശനത്തെ ഞാൻ സ്വീകരിക്കുന്ന ആളാണ്. ആദ്യം എന്ത് പറഞ്ഞോ അതിനുത്തരം വീഡിയോയിൽ കാണണം. ഓർഡർ ഇടുകയാണ് അദ്ദേഹം. ഒരു ഓർഡറായിട്ടായിരിക്കും തോന്നുന്നത്, അല്ലാതെ എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞൊരു കമൻസ് കൂടെ. ഞാൻ എൻ്റെ വീഡിയോയിൽ കൂടെ എന്ത് പറയണം ഏത് പറയണമെന്ന് തീരുമാനിക്കപ്പെടുന്നത് ഞാനാണ്. എനിക്ക് അതിനുള്ള അവകാശമുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്. വേറൊരാൾ പറയുന്നതിനനുസരിച്ച് വർത്തമാനം പറയാൻ എനിക്കിഷ്ടമില്ല എന്ന് അർത്ഥം. അതായത് ഞാൻ തെറ്റ് പറയുമായിരിക്കും, ശരി പറയുമായിരിക്കും. ആദ്യം എന്ത് പറഞ്ഞോ അത് തന്നെ അവസാനം പറയണമെന്ന് പറഞ്ഞാൽ ഒരു കഥാകാരനോട്, ഒരു പ്രസംഗകനോട് അല്ലെങ്കിൽ വേറൊരാളോട് നീ ഈ മട്ടിൽ തന്നെ കഥ എഴുതണം, ഇന്ന രീതിയിൽ എഴുതണമെന്ന് പറഞ്ഞാൽ ഇതെന്ത് പോഴത്തനമാണ് ഇദ്ദേഹം പറയുക? സൗകര്യമുള്ളവർ എൻ്റെ ചാനൽ കണ്ടാൽ മതി, എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് വർത്തമാനം പറയാൻ എനിക്കാകൂ എന്നർത്ഥം. ഇതിനാണ് ആ കമൻസിൻ്റെ മറുപടി.
അടുത്ത് ജ്യോതിഷത്തിലെ വളരെ പരമപ്രധാനപ്പെട്ട പലരെയും കുഴച്ചുകൊണ്ടിരിക്കുന്ന ഇപ്പോഴും ഒരുപാട് പണ്ഡിതർ ജ്യോതിഷം ശരിക്കും പഠിച്ചിട്ടുള്ളവർക്ക് പോലും ഒരു മനസ്സിലാകായികയുടെ ഒരു വിഷയം വന്നിരിക്കുന്ന ഒരു ചോദ്യമാണ് ഈ ചോദിച്ചിരിക്കുന്നത്. ഒരു ഗ്രഹനിലയിലും ഭാവചക്രത്തിലും വ്യത്യസ്തമായ രാശികളിൽ നിന്നാൽ, ഒരു ഗ്രഹനിലയിലും ഭാവചക്രത്തിലും വ്യത്യസ്തമായ രാശികളിൽ നിന്നാൽ, അത് ഞാൻ പറഞ്ഞുതരാം. അതിൻ്റെ ഗ്രഹദൃഷ്ടി, അതുപോലെ ഒരു ഭാവത്തിൻ്റെ പ്രവചനം ഇവക്ക് പരിഗണിക്കേണ്ടത് ഗ്രഹനിലയിലാണോ അതോ ഭാവചക്രമാണോ? നോക്കൂ, ഗ്രഹനിലയിൽ, അതായത് രാശി ചാർട്ടിൽ നിന്നും ഭാവചക്രമുണ്ട്. അതിലോട്ട് ഗ്രഹങ്ങൾ മാറാതിരിക്കാം. അതെങ്ങനെയാ കണക്കാക്കേണ്ടതെന്നാണ് ചോദ്യം. ലഗ്നം മാറില്ല. ലഗ്നം മേടം രാശി ആണെന്നിരിക്കട്ടെ, ഞാൻ ഏതെങ്കിലും ഒരു ഗ്രഹത്തെ എടുക്കുന്നു. ഈ ഗ്രഹനിലയിൽ ഗുരു തുലാത്തിൽ നിൽക്കുന്നു, രാശിയിൽ. അപ്പോൾ ഭാവത്തിൽ നോക്കുമ്പോൾ ഭാവം ചാർട്ടിൽ 8-ലോട്ടോ അല്ലെങ്കിൽ 6-ലോട്ടോ മാറിയേക്കാം. 8-ൽ മാറിയാലും 6-ൽ മാറിയിരുന്നാലും ഇത് കന്നിയിലോട്ടോ വൃശ്ചികത്തിലോട്ടോ അല്ല മാറുന്നത്. ഗുരു നിൽക്കുന്നത് തുലാം രാശിയിലാണ്. വളരെ പരമപ്രധാനമായി ശ്രദ്ധിച്ചോളൂ. ജ്യോതിഷത്തിലെ സൂക്ഷ്മമായ ഒരു സംഗതിയാണിത്. ഒരു രാശി ചാർട്ടിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നത് തുലാത്തിലെങ്കിൽ തുലാത്തിൽ തന്നെയാണ്. തുലാം രാശിയിൽ നിൽക്കുന്ന ഫലമാണ്. ഒരു രാശിയിൽ നിൽക്കുന്നതിന് ഓരോ ഫലം ഉണ്ടാവുമല്ലോ. പക്ഷേ ഭാവചാർട്ടിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാം. അല്ല, വേറെ രാശി മാറി ഒരുപാട് അങ്ങോട്ട് പോവില്ല. രാശിയിലോട്ടല്ല മാറുന്നത്, ഭാവത്തിലോട്ടാണ് മാറുന്നത് എന്ന് ചിന്തിക്കുക. ഈ നിൽക്കുന്ന ഗുരു ഭാവം ചാർട്ടിൽ ഇവിടെ അടയാളപ്പെടുത്തിയിരിക്കും. അത് കന്നിയല്ല, യഥാർത്ഥത്തിൽ അത് 5-ാം ഭാവമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഒരു ഗ്രഹനിലയിൽ തുലാത്തിൽ നിൽക്കുന്ന ഗുരുവിൻ്റെ ദൃഷ്ടി തുലാത്തിൽ നിന്നുകൊണ്ട് തന്നെയായിരിക്കും. തുലാത്തിൽ നിന്നുകൊണ്ട് 5-ലേക്ക് കുംഭത്തിലേക്കും 7-ലേക്ക് മേടത്തിലേക്കും 9 മിഥുനത്തിലേക്കും മാത്രമായിരിക്കും ദൃഷ്ടി. മറിച്ച് ഭാവാൽ മാറിയാലും ദൃഷ്ടി ഇങ്ങനെ തന്നെ. ഭാവാൽ 5-ലോട്ട് മാറിയാൽ ഇവിടെ നിന്ന് ഉള്ള ദൃഷ്ടി അല്ല. എല്ലാ ഗ്രഹങ്ങൾക്കും ഈ മട്ടിലാണ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. ഞാൻ വിശദമായ എപ്പിസോഡ് തന്നെ ഇതിനെപ്പറ്റി ഇടാം. അല്ലാതെ ഈ സംശയം മാറില്ല. അടുത്ത്, സാർ നമസ്കാരം. ഒരു ഗ്രഹനില ഇടുമ്പോൾ അതിൻ്റെ കൃത്യമായ ഡേറ്റ് ഓഫ് ബർത്ത് സമയം കൂടെ ഉൾപ്പെടുത്തിയാൽ നല്ലതായിരിക്കും. ചോദിച്ചതിൽ തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഒരു തെറ്റുമില്ല. ഞാൻ പലപ്പോഴും അങ്ങനെ ഇടാറില്ല. ഇനി ഇടാൻ ശ്രമിക്കാം. 10-ാം ഭാവത്തെ പറ്റി പറയുമ്പോൾ എന്ത് ജോലി കിട്ടുമെന്ന് കൂടി പറയണം. പെട്ടെന്ന് വീഡിയോ അവസാനിപ്പിക്കരുത്. അതും ഓർഡറാണ്, ഇങ്ങോട്ടുള്ള ഓർഡറാണ്. 10-ാം ഭാവത്തെ പറ്റി പറയുമ്പോൾ എന്ത് ജോലി കിട്ടണമെന്ന് ഞാൻ പറയണമെന്ന്. ഓരോരുത്തരും അവൻ്റെ കർമ്മപഥം തിരഞ്ഞെടുക്കേണ്ടത് അവനവൻ തന്നെയാണ്, അല്ല ജ്യോതിഷനല്ല. എന്ത് ജോലി ഇയാൾക്ക് കിട്ടുമെന്ന് പറയാൻ എനിക്കറിയില്ല. ഒരു സൂചന മാത്രമേ എനിക്ക് പറയാൻ കഴിയൂ. പിന്നെ പെട്ടെന്ന് വീഡിയോ അവസാനിപ്പിക്കരുതെന്ന് പറഞ്ഞാൽ എനിക്ക് സൗകര്യമുള്ളതുപോലെ ഞാൻ അവസാനിപ്പിക്കും, അത്ര തന്നെ. ചിലപ്പോൾ നീട്ടിക്കൊണ്ടുപോകും. എൻ്റെ വർത്തമാനം കേൾക്കണമെങ്കിൽ വേണമെങ്കിൽ കേട്ടാൽ മതി. വിമർശനം എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ കാമ്പില്ലാതെ വിമർശിച്ചാൽ എനിക്ക് മറുപടി പറയേണ്ടി വരും. 6-ൽ രവി ബുധൻ കുജൻ സർപ്പം ഒന്നിച്ചാണ് എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. എന്താണെന്ന് അറിയില്ല, പോട്ടെ. സാർ നമസ്തേ.
എൻ്റെ ജാതകത്തിൽ വൃശ്ചിക ലഗ്നമാണ്. 4-ൽ വ്യാഴം, 5-ൽ ഗ്രഹമല്ല, 6-ൽ ശുക്രനും ചന്ദ്രനും, 7-ൽ ശിഖി. ഇത് ദാരിദ്ര്യ യോഗത്തിൽ പെടുവോ? പ്ലീസ് ആൻസർ സാർ. ഒരാൾ ദാരിദ്ര്യ യോഗത്തിൽ പെടണമെങ്കിൽ അയാൾ തന്നെ വിചാരിക്കേണ്ടതുണ്ട്. ഇത് ഈ ഒരു കാരണവശാലും 1-2 ഗ്രഹനിലയെ വച്ച് ഈ ലഗ്നവുമായി ബന്ധപ്പെടുത്തി കണക്ട് ചെയ്ത് ഒന്നും പറയാൻ പറ്റില്ല എന്ന് ഞാൻ എത്രയോ തവണ എൻ്റെ വീഡിയോയിലൂടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്തരം അപൂർണങ്ങളായ ഗ്രഹനിലകൾ വെച്ച് സംശയം ചോദിക്കാതിരിക്കുക. സാർ നമസ്തേ, എൻ്റെ ജാതകത്തിൽ ബുധൻ 8-ലാണ്, പക്ഷേ മിഥുനത്തിലാണ് നിൽക്കുന്നത്. 8 നല്ലതല്ല എന്ന് പറയുന്നുണ്ട്. ഇതിനോട് ഉത്തരം പറയുമോ? അപ്പോൾ ബുധൻ മിഥുനത്തിൽ നിൽക്കണമെങ്കിൽ ലഗ്നം വൃശ്ചികമായിരിക്കണം. 8 സാധാരണഗതിയിൽ ഗ്രഹങ്ങൾക്ക് നല്ല സ്ഥാനമല്ല. പക്ഷെ ഒരു ഭാവപതി ആ ഭാവവുമായി ബന്ധപ്പെടുന്നത് പുഷ്ടിമ എന്ന് പറയുന്നു. 8-ാം ഭാവപതി 8-ൽ, 8-ാം ഭാവപതി 8-ലുണ്ട്. അപ്പോ ആ 8 സൂചിപ്പിക്കുന്നത് എന്താ? മരണം, വേർപാട്, ദുഃഖം, കണ്ണുനീര് ഇത്യാദി കാര്യങ്ങളെ ആണല്ലോ 8 സൂചിപ്പിക്കുക. അപ്പൊ അതിൻ്റെ ഭാവപതി അവിടെ നിന്നാൽ അത് പരിപോഷിപ്പിക്കും എന്നല്ല കരുതേണ്ടത്, അത് പരിഹരിക്കും എന്നാണ്. അതാണ് എൻ്റെ ഉത്തരം. അടുത്ത് വളരെ രസകരമായ ഒരു ചോദ്യമാണ്, സംശയമാണ്. സാർ നമസ്കാരം, ഇപ്പോൾ കേരളത്തിലെ ഒരു വിഷകന്യക എന്ന യോഗത്തെ പറ്റി പരാമർശമുണ്ട്. തിഥി കർണം നിത്യയോഗം ഇന്ന നക്ഷത്രത്തിൽ ജനിച്ചാൽ മരണം വരെ സംഭവിക്കുമെന്നാണ് പറയുന്നത്. ഒരുപാട് പേരുടെ വിവാഹം മുടങ്ങിപ്പോകാനുള്ള സാധ്യതയുള്ള ഒരുപാട് ഇതുപോലെ ഒരു വിഷകന്യക യോഗം ഇങ്ങനെയൊക്കെ പറയുക. നീണ്ട കത്താണ്. വിഷകന്യക യോഗം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ചോദ്യം. അതായത് വിഷകന്യക യോഗം എന്നിവർ പറഞ്ഞു വച്ചിട്ടുള്ളത് ചില തിഥികളിലെ നക്ഷത്രങ്ങളിലെ ഒരു പ്രത്യേക സമയവിശേഷങ്ങളിൽ പിറന്നു വീഴുന്ന ആണുങ്ങൾക്കത് പറയുന്നില്ല, പെൺകുട്ടിയൊക്കെ പറയുക. ഈ പെൺകുട്ടി ജനിച്ചു കഴിഞ്ഞാൽ വിഷകന്യക യോഗം, അതിനെ ഒരുപാട് ഇത് തട്ട് തിരിച്ച് പറയുന്നുണ്ട്. കുലം മുടുക്കും, ഭർത്താവിന് ദോഷം, ഭർത്താവിൻ്റെ അനിയന് ദോഷം, ഭർത്താവിൻ്റെ ജ്യേഷ്ഠന് ദോഷം, ഭർത്താവിൻ്റെ അച്ഛന് ദോഷം, ഇങ്ങനെയൊക്കെ പറഞ്ഞ് 10-12 നക്ഷത്രത്തിൽ ജനിച്ച പെൺകുട്ടികളെ മാറ്റി നിർത്തപ്പെടുന്ന, അവഹേളിച്ച് മാറ്റി നിർത്തപ്പെടുന്ന ഒരു സമ്പ്രദായമാണിത്. ഇത് ജ്യോതിഷത്തിൽ ഞാൻ മുമ്പ് പഠിക്കുമ്പോൾ വിഷകന്യക യോഗത്തെ പറ്റി പഠിക്കുമ്പോഴത്തേക്ക് നോട്ട് ക്ലാസ്സുകളിൽ വെച്ച് നോട്ട് തയ്യാറാക്കുന്ന ഒരിടപാടുണ്ട്. അവിടെ വെച്ച് ഞാൻ ഇതെടുത്താണ്. ഇതൊന്നും പ്രത്യേകം പഠിച്ചിരിക്കേണ്ട കാര്യമല്ലാത്തത് കൊണ്ട് ഞാൻ ആ നോട്ട് ഇതൊന്നും നിങ്ങൾ മനസ്സിലാക്കി വെക്കരുത്. കാരണം എന്താന്ന് വെച്ചാൽ മറ്റൊരാളെ ചൂഷണം ചെയ്ത് ജീവിക്കാൻ, അധ്വാനിക്കാതെ എങ്ങനെ സുഖലോലുപനായി ജീവിക്കാമെന്ന് ഒരു സൂത്രം നമ്മുടെ ബ്രാഹ്മണ വർഗം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിനെ ജ്യോതിഷത്തിനെയും താന്ത്രിക കർമ്മങ്ങളെയും ഇവന്മാർ കൂട്ടുപിടിച്ചിട്ടുണ്ട്. എന്താണത്? ചില പ്രത്യേക നക്ഷത്രക്കാലുകളിൽ പിറന്നു വീണാൽ അച്ഛന് ദോഷം എന്ന് പറയുന്നുണ്ട്. ഒരു ആൺകുട്ടി, ഇത് ആൺകുട്ടി പെൺകുട്ടി ഇങ്ങനെയൊക്കെ വേർതിരിച്ച് പറയുന്നുണ്ട്. ഒരു ആൺ ജന്മമാണെങ്കിൽ, പുരുഷ ജന്മമാണെങ്കിൽ ചില നക്ഷത്രക്കാരും, ഒരു നക്ഷത്രക്കാരിൽ എത്രയോ ജന്മം ഒരു സമയം നടക്കുന്നു, അവിടെ ജനിച്ചു വീണാൽ അച്ഛന് ദോഷം. അതുകൊണ്ട് അച്ഛൻ എന്ത് ചെയ്യണം? 12 വർഷം മകനെ കാണരുത്. മകനെ 12 വർഷം കാണരുത്. അച്ഛൻ ആ നക്ഷത്രക്കാൽ പ്രസവം നടന്നു കഴിഞ്ഞാൽ അച്ഛൻ മാറി താമസിക്കണം. ഭാര്യയോടും മകനോടും മാറി താമസിക്കണം. മാറി താമസിച്ചാലും പോരാ 12 വർഷം തികയുന്നതിൻ്റെ അന്ന് പ്രത്യേക പൂജാവിധികൾ ബ്രാഹ്മണരെ കൊണ്ട് നടത്തുകയും അവർക്ക് പശുവും രത്നങ്ങളും ഈ ദ്രവ്യങ്ങളും ദാനം ചെയ്തതിന് ശേഷമേ 12ാമത്തെ വയസ്സിൽ ഈ മകനെ കാണാൻ പറ്റൂ. എന്ത് ക്രൂരതയാണിത്!
ഒരു അച്ഛൻ അവൻ്റെ മാനസികാവസ്ഥ കുഞ്ഞുമായിട്ട് അനുഭവിക്കുന്നത് ശൈശവ നാളിലായിരിക്കണമല്ലോ. കുഞ്ഞിനെ വളരുന്നത് കാണാതെ, അവൻ ഇഴയുന്നത് കാണാതെ, അവൻ കൊഞ്ചി നടന്ന് വീഴുന്നത് കാണാനാകാതെ, അവൻ്റെ കവിളിൽ ഒരു ഉമ്മം കൊടുക്കാനാകാതെ 12 വയസ്സ് കഴിഞ്ഞ് മാത്രമേ അവനെ കാണാവൂ എന്ന് ഈ പുരോഹിത വർഗം വിധിച്ചിരിക്കുന്നു. എന്തിനു വേണ്ടി? പൈസയ്ക്ക് വേണ്ടി, അല്ല വേറൊന്നുമില്ല. അതുപോലെ വേറൊരു കുഴപ്പമാണ് ഇതിൽ പറഞ്ഞു വച്ചിരിക്കുന്നത്. ഞാനത് പഠിച്ചു വെച്ചിട്ടില്ല, പഴയകാല നോട്ട് വെച്ച് ഞാൻ പറയാൻ ശ്രമിക്കുകയാണ്. പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. ആയില്യം നക്ഷത്രവും ശനിയാഴ്ച ദിവസവും ദ്വിതീയ തൃതീയിലും ജനിക്കുകയാണെങ്കിൽ വിഷകന്യക എന്നാ പറയുക. നോക്കൂ, ഒരു നക്ഷത്രവും ഒരു ദിവസവും ഈ ഒരു തിഥിയൊക്കെ ഒരു ദിവസം ഉണ്ടാവും. ആ ദിവസം എത്രയോ, ഈ ഭൂഗോളത്ത് എത്രയോ ജനനങ്ങൾ നടക്കുന്നു. അപ്പോൾ ജനിക്കുന്ന പെൺകുഞ്ഞുങ്ങളല്ല, പെൺകുഞ്ഞുങ്ങൾക്കായി കുഴപ്പന്മാർ പറഞ്ഞു വെച്ചേക്കുക. ഇവരെല്ലാം വിഷകന്യക യോഗമുള്ളവരാണ്. പിന്നെ ചൊവ്വാഴ്ച സപ്തമി തിഥിയും വിശാഖം നക്ഷത്രം അല്ലെങ്കിൽ ചതയുമായിട്ട് വന്നാൽ ഈ കുഴപ്പം പറയുന്നു. ഞായർ ദ്വാദശി കാർത്തിക നക്ഷത്രം, ഞായർ ആഴ്ച ഭരണി നക്ഷത്രത്തിൽ പിറന്നാൽ വൈധവ്യം എന്നാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. നോക്കൂ, ഞായറാഴ്ച ദിവസം ഭരണി നക്ഷത്രത്തിൽ പിറന്ന പെൺകുട്ടികളെല്ലാം വൈധവ്യയോഗം അനുഭവിക്കുന്നവരാണ്. തിങ്കളാഴ്ച ചിത്തിര നക്ഷത്രത്തിൽ പിറന്ന കുലനാശം എന്നാ പറയുക. ചൊവ്വാഴ്ച ഉത്രാട നക്ഷത്രത്തിൽ പിറന്ന കുഴപ്പം, ബുധനാഴ്ച അവിട്ടം, വ്യാഴാഴ്ച തൃക്കേട്ട, വെള്ളിയാഴ്ച പൂരാടം, ശനിയാഴ്ച രേവതി, കൃഷ്ണ ചതുർദശിയിൽ ജനിക്കുക, ആപത്ത്, ഉന്മൂല, ഒരുപാട് എനിക്ക് വായിക്കാൻ പറ്റുന്നില്ല കേട്ടോ. ഒരുപാട് നിയമങ്ങളാ പറഞ്ഞു വെച്ചേക്കുക. ശുദ്ധ സംബന്ധ. ഇതിനെ ഇവർ പരിഹാരം പറഞ്ഞു വച്ചിരിക്കുന്നത് എന്താന്ന് വെച്ചാൽ, ഇതിന് ചില പൂജാതി കർമ്മങ്ങളാ പറഞ്ഞു വെച്ചേക്കുക. ഇങ്ങനെ ഈ യോഗത്തിൽ പറന്ന് വീണാലും, അത് വിഷകന്യക യോഗത്തിൽ പിറന്ന് വീണാൽ അതിന് പരിഹാരം ചെയ്യുക എന്ന് പറഞ്ഞാൽ പൂജാതി കർമ്മങ്ങളാണ്. ഈ പൂജാതി കർമ്മങ്ങൾ വിധിക്കാൻ കാരണം എന്താ? പൂജ ചെയ്യുന്നവന് കാശ് കിട്ടണം, അത്രയേ ഉള്ളൂ. നമ്മുടെ ഗതികേടിന് വേണ്ടി വേറൊരാൾ പൂജ ചെയ്താൽ വല്ലതും നടക്കുമോ? നമ്മൾ തന്നെയല്ലേ പ്രാർത്ഥിക്കണമെങ്കിൽ പ്രാർത്ഥിക്കണം. നോക്കൂ, ചില ജ്യോതിഷ ചാനലുകൾ കാണുമ്പോൾ ഞാൻ അത്ഭുതപ്പെടാറുണ്ട്. അതിൻ്റെ അവസാനം പറയുന്നു, ജ്യോതിഷം, വാസ്തുശാസ്ത്രം, പിന്നെ പൂജാതി കർമ്മങ്ങൾ ആവശ്യമുള്ളവർ വിളിക്കുക. പൂജാതി കർമ്മങ്ങൾ ആവശ്യമുള്ളവർ വിളിക്കുക. എന്നാൽ അവർ കാശ് കൊടുത്താൽ പൂജ ചെയ്ത് തീരാവുന്നത്. ഇതെന്താണ്? നമ്മൾ ഇനിയെങ്കിലും ശാസ്ത്രബോധത്തോടു കൂടിയല്ലേ ഓരോ ശാസ്ത്രത്തെയും സമീപിക്കേണ്ടത്. ജ്യോതിഷം എന്ന് പറഞ്ഞാൽ ഒരു ലളിതമായ ഒറ്റ സംഗതിയേ ഉള്ളൂ. നാം ഭൂമിയിൽ നിൽക്കുന്നു, നാം നിൽക്കുന്നിടം തന്നെയാണ് കേന്ദ്രം. നമുക്ക് ചുറ്റും ആകാശത്തിൽ കറങ്ങുന്നതായി തോന്നുന്നതും തോന്നിക്കുന്നതുമായ 7 ഗ്രഹങ്ങൾ, ഈ 12 രാശികൾ, പിന്നെ വന്ന ലഗ്നം എന്ന കൺസെപ്റ്റ്. ലഗ്നാൽ 12 ഭാവങ്ങൾ, ആ ഭാവങ്ങളിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, അവിടെ നിൽക്കുന്ന നോക്കുന്ന ഗ്രഹങ്ങൾ. ഇവക്കും അപ്പുറം ബാക്കിയെല്ലാം പിൽക്കാലത്ത് വന്ന് പല പ്രദേശങ്ങളിലും തട്ടിപ്പ് നടത്തുന്നുണ്ട്. ഏറ്റവും കൂടുതൽ തട്ടിപ്പ് നടക്കുന്നത് കേരളത്തിൽ തന്നെയാണ്. തീർച്ചയായിട്ടും വിദ്യാസമ്പന്നരുടെ നാടെന്നാ പറയുന്നത്. ഒരു വിദ്യാഭ്യാസവും ഇല്ല. വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ പള്ളിക്കൂടത്ത് പരീക്ഷ എഴുതി അല്ലെങ്കിൽ റാങ്ക് മേടിക്കുന്നതല്ല വിദ്യാഭ്യാസം. സ്വയം തിരിച്ചറിവ്, അവനവനെ പറ്റിയും മറ്റുള്ളവരെ പറ്റിയുമുള്ള ഒരു സ്വയം തിരിച്ചറിവാണ് വിദ്യാഭ്യാസം എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അത് തന്നെയാണ് ശരി. ആ വിദ്യാഭ്യാസം നമുക്ക് കിട്ടിയിട്ടില്ല. ഭാഗ്യത്തിൽ വീട്ടിൽ നിന്നും കിട്ടുന്നില്ല, പള്ളിക്കൂടത്തിൽ നിന്നും കിട്ടുന്നില്ല. അടുത്ത് നിങ്ങൾക്ക് ഏവർക്കും പ്രയോജനപ്പെടുന്ന ഒരു സംശയം തന്നെയാണ് ഒരു ജ്യോതിഷ സ്നേഹിച്ചു ചോദിച്ചിട്ടുള്ളത്. സർ, ധനു ലഗ്നം, വ്യാഴം മകരത്തിൽ, ലഗ്നസ്ഫുടത്തിൽ വ്യാഴം കുംഭത്തിൽ, അതായത് ഭാവാൽ വ്യാഴം ഇങ്ങോട്ട് മാറിയെന്നാ പറയുക. കന്നിയിൽ നിൽക്കുന്ന ബുധൻ ലഗ്നസ്ഫുടത്തിൽ തുലാത്തിൽ, കന്നിയിൽ നിൽക്കുന്ന
ബുധൻ ലഗ്നസ്ഫുടത്തിൽ തുലാത്തിൽ. ഇതാ സംശയം. ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കുക. ധനു ലഗ്നം മകരത്തിൽ നീചരാശിയിൽ നിൽക്കുന്ന ഗുരു മകരത്തിൽ തന്നെയാണ് നിൽക്കുക. അത് കുംഭത്തിലോട്ട് ഭാവാൽ എടുത്തങ്ങ് ചാടുന്നില്ല. ഈ കുംഭം രാശിയുടെയും മകരൻ രാശിയുടെയും 2 പാർട്സുകൾ ചേർന്നാണ് 3-ാം ഭാവം വന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, ഗുരു 2-ലല്ല 3-ലാണ്, പക്ഷേ മകരം രാശിയിലാണ്. ഗുരു മകരൻ രാശിയിൽ നിന്നാലൊരു ഫലമുണ്ട്, 3-ൽ നിന്നാലൊരു ഫലമുണ്ട്. 3-ലോട്ട് മാറുമ്പോൾ കുംഭൻ രാശിയിലോട്ടല്ല മാറുന്നത്, 3-ാം ഭാവത്തിലോട്ട് മാറുകയാണ്. ആ മട്ടിലാണ് അത് ചിന്തിക്കുക. ലഗ്നാധിപൻ കൂടെയാണ്. ഇവിടെ ബുധൻ സ്വക്ഷേത്ര ഉച്ചക്ഷേത്ര ബലവാനാണ്, കന്നി രാശിയിലാണ്. പക്ഷേ ലഗ്നാൽ 10-ലല്ല 11-ലാണ്, തുലാൻ രാശിയിലുമല്ല. ഈ മട്ടിൽ ചിന്തിക്കുമ്പോഴത്തേക്കുമാണ് നമുക്ക് ഒരു ജാതക നിരൂപണം ഏകദേശമെങ്കിലും കൃത്യതയോടെ നമ്മുടെ മുന്നിലേക്ക് തെളിയുക. ഇപ്പോൾ ഈ ഗുരു ഇങ്ങോട്ട് ചാടി എന്ന് പറഞ്ഞ് ഭാവാൽ മാറി എന്ന് പറഞ്ഞ് ഇവിടെ നിന്നുള്ള ദൃഷ്ടിയല്ല, ഗുരുവിൻ്റെ ദൃഷ്ടി ഇവിടെ നിന്ന് തന്നെയാണ് 5-ലേക്ക് 7-ലേക്ക് 9-ലേക്കൊക്കെ. 2 ഗ്രഹങ്ങളും ഭാവാൽ മാറിയെങ്കിലും ഈ ലഗ്നത്തിന് ഗുരുവിൻ്റെയും ബുധനുമായി ഒരു ബന്ധമുണ്ട്. എന്താണ് ആ ബന്ധം? നിൽക്കുന്ന രാശിയിൽ നിന്ന് 9-ലേക്കുള്ള ദൃഷ്ടി, 10-ാം ഭാവപതിയിലേക്ക് ഗുരുവിൻ്റെ ദൃഷ്ടി. ഇങ്ങനെയൊക്കെ ചിന്തിക്കണം. 10-ാം ഭാവപതി സ്വക്ഷേത്ര ബലവാനായി നിന്ന് ലാഭസ്ഥാനമായ 11-ൽ നിൽക്കുന്നു. ഈ മട്ടിലാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. കഴിഞ്ഞ ആഴ്ച വീഡിയോ പിടിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള തിരക്കുകൾ, ഞാൻ വലിയ തിരക്കുള്ള ഒരു മനുഷ്യനെന്ന് പറയുകയല്ല, എന്തോ കുറച്ച് തിരക്കുകൾ വന്നുപോയി. അങ്ങനെയാണ് ഈ കമൻസുകൾക്കും ചോദ്യങ്ങൾക്കും ഒരാഴ്ചത്തെ ഇടവേളയ്ക്ക് ശേഷം മറുപടി പറയാൻ വേണ്ടി ഈ എപ്പിസോഡ് മാറ്റിവെച്ചത്. ഞാൻ ജ്യോതിഷത്തിലെ വളരെ വളരെ ദിവ്യം എന്ന് തന്നെ കരുതുന്നു. അതിൻ്റെ ശാസ്ത്രീയ വശം, ഇതെങ്ങനെയാണ് ഈ ഫലപ്രവചനം നടത്തുന്ന ആ ശാസ്ത്രീയത, അതിൻ്റെ ആ സത്യത്തിൻ്റെ ആഴക്കടൽ എന്താണെന്നറിയില്ല. ചില നിയമങ്ങൾ ഇങ്ങനെ നമ്മളനുസരിച്ച് ഇത് പ്രശ്നം നോക്കുമ്പോൾ ആ പ്രശ്നം ശരിയായി വരുന്നുണ്ട്. പ്രശ്നം ചോദിച്ചു വരുന്ന ആളിന് കൃത്യമായ ഉത്തരം കൊടുക്കാനും കഴിയുന്നുണ്ട്. എന്താണെന്ന് ഒരു തിട്ടമില്ല. അത് അതീന്ദ്രിയമായ ഒരു ജ്ഞാനവുമല്ല. ആചാര്യന്മാർ ഇന്ന മട്ടിൽ നീ നോക്കുകയാണെങ്കിൽ നിന്നോട് ചോദിച്ചു വരുന്നവൻ ഉത്തരം കൊടുക്കാൻ പറ്റും എന്ന് അവർ പറയുന്നത് ശരിയായി വരുന്നുണ്ട്. അപ്പോൾ ജ്യോതിഷമെന്ന മഹത്തായ അത്ഭുതകരമായ അറിവിൻ്റെ മറ്റൊരാകാശം, പ്രശ്നം എന്ന ശാസ്ത്രം തന്നെയായിരുന്നു ഞാൻ പറഞ്ഞുകൊണ്ടുവന്നത്. അടുത്ത ആഴ്ച പ്രശ്നത്തിലെ അതിരസകരമായ അല്ലെങ്കിൽ അതീവ കൗതുകതരമായ അറിവുകളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. നന്ദി.